ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ട ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടത്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയിട്ടെടുക്കാം. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറയുടെ സമയത്തൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു മുട്ട ബജ്ജി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉപ്പ് കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയൊരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലോട്ടൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കായംപൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നല്ല കളറുണ്ടാവും, എരിവും കുറവായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യം കേട്ടോ. 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടലമാവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കേട്ടോ നമുക്കത് കിട്ടാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി. വെള്ളം കൂടി പോകുകയൊന്നും ചെയ്യരുത്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബജ്ജി ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അഥവാ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് കടലമാവും അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിനൊക്കെയും കുറവിൽ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന വിധത്തിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു 5 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കൊരു മാവ് കിട്ടാനായിട്ട്. കണ്ടില്ല, നല്ലൊരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ട ഉണ്ടല്ലോ, അത് ഒരു പീസ് എടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ അതേ നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നും മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവൂ. പിന്നെ നല്ല തിളച്ച എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇളകിയിട്ടൊക്കെ പോവും. അപ്പോൾ അത് ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തതായത് കാരണമാണ് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ആ ഒരു കോട്ടിങ്ങൊക്കെ ഒന്ന് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും. ഈ ഒരു മുട്ട ബജ്ജി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട ബജ്ജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മുട്ട ബജ്ജി വീട്ടിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്